എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇച്ചിരി ഗരം മസാല ഇതുപോലെ ഇച്ചിരി ഗരം മസാല പൊടിക്കാം. ക്രിസ്മസൊക്കെ അല്ലേ, നമുക്ക് ഇച്ചിരി ഗരം മസാലയൊക്കെ ഒന്ന് പൊടിച്ച് നോക്കാം. അപ്പോൾ പണിയൊക്കെ എളുപ്പമുണ്ടാവും, എന്തിനെങ്കിലുമൊക്കെ ഒന്ന് ചേർക്കാനേ. അപ്പോൾ വേഗം എടുത്തങ്ങോട്ട് ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക, എന്തൊക്കെയാണ് അതിൽ കൂട്ടി ചേർക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കുരുമുളക്, കറുവപ്പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഷാജീരകം, ജാതിപത്രി, ഗ്രാമ്പു, ഏലയ്ക്ക, തക്കോലം, ചെറിയ ജീരകം, വലിയ ജീരകം, വഴനയില. ഈ ഒരു സാധനം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ല, എനിക്കും അറിയില്ല. ഇത് ഗരം മസാല കൂടെ പൊടിക്കുന്നതാണ്. ഇതെല്ലാം എടുത്തിരിക്കുന്നത് ഈ വലിയ ജീരകം 10 ഗ്രാമാണ്, എല്ലാം 10 ഗ്രാം വെച്ച്. പിന്നെ ഏലയ്ക്ക ഒരു 20 എണ്ണം, പിന്നെ തക്കോലം ഒരു 5 എണ്ണം. ഇത് മാത്രം എണ്ണമാണ്, ബാക്കി എല്ലാം 10 ഗ്രാമാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി പൊടിക്കണം. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ചൂടാക്കാം. ഇതിപ്പോൾ വറക്കണ്ട, നമ്മൾ ഒന്നാമതേ ഇത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കുറേ ദിവസമൊക്കെ ഇരിക്കാനായിട്ടേ. അപ്പം നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. എന്നിട്ട് ചൂടാക്കിയിട്ട് നമുക്കിനി തീ ഓഫാക്കാം. നമ്മുടെ ഗരം മസാല ഇവിടെ പൊടിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഒരു ചെറിയൊരു തരി വേണം, നന്നായിട്ട് അങ്ങോട്ട് അരയാൻ പാടില്ല. ഇത് നമ്മൾ പ്രത്യേകം കറുവപ്പട്ട കൂടാൻ പാടില്ല, കുരുമുളകും കൂടാൻ പാടില്ല. ഈ 2 സാധനങ്ങൾ കൂടിയാൽ ഈ കറുവപ്പട്ട കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മണം തന്നെ മാറും. അപ്പം അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിൽ കാറ്റ് കൊള്ളാതെ ഇട്ട് വെച്ചാൽ ആദ്യം ഒരു ആവശ്യത്തിന് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ കുപ്പിയിലിട്ട് വെക്കണം. എന്നിട്ട് അത് തീരുമ്പോൾ വേറൊരു പാത്രത്തിൽ നിന്ന് ഒന്നിച്ചിട്ട് വെച്ച് കേടായി പോകും. ഗരം മസാല പൊടി റെഡി ആയിട്ടുണ്ട്.